ഇത് കണ്ട തെങ്ങിൻ്റെ വേരിൽ കൂടിയാണ് ഈ പാവലുകൾ പടർന്നു പോയേക്കുന്നത്. പിന്നെ ചീര, തക്കാളി, മുളക് വർഗ്ഗങ്ങൾ, കത്തിരിക്ക, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഈ തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെ എൻ്റെ അമ്മ കൊണ്ട് കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം പുഴുത് മാറ്റണം, പുഴുത് വേറെ എവിടെയെങ്കിലും നടണം. തെങ്ങിന് തടം എടുക്കാനായിട്ട് ആൾ വരുന്നുണ്ടെന്ന് ഞങ്ങളുടെ ഓണർ പറഞ്ഞേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ 2-3 ദിവസത്തെ പണിയുണ്ട് ഇതെല്ലാം മാറ്റാനായിട്ട്. ഇത് ഈ മുളകൊക്കെ ഇതാ കായ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതും മാറ്റണം, എല്ലാം മാറ്റണം. ഇതെല്ലാം ചോട്ടിലാണ് നിൽക്കുന്നത്, ഇതെല്ലാം മാറ്റി കൊടുക്കണം. ദേ ഈ പൂവ് കണ്ടോ, ഇതെൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലുള്ള പൂവാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതിനെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു നൊസ്റ്റാൾജിക്ക് ഫീലാണ്. ഇതിൻ്റെ ഇല ഒരു മൾബറിയുടെ ഇല പോലത്തെ ഇലയാണ്, പ്രത്യേകിച്ച് മണവും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ പൂവാണ്, നല്ല ഭംഗിയാണ്. ഇത് ഫ്രണ്ടിലെ തെങ്ങിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. ഇതിനെ നമുക്ക് മാറ്റണം. ഫ്രണ്ടിലെ തെങ്ങിൻ്റെ ചോടും ബാക്കിലെ തെങ്ങിൻ്റെ ചോടും എല്ലാം നമുക്ക് ക്ലീനാക്കി കൊടുക്കണം. ഇത് അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു വീഡിയോ ആയിരിക്കും. എൻ്റെ 2 ദിവസത്തെ പണിയാണ്. അമ്മ ഇവിടെ ഇല്ലേ, അമ്മ ഓണത്തിന് നാട്ടിൽ പോയേക്കുവാണ്. അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. തിരുവോണത്തിൻ്റെ അന്നാണ് ഇവിടെ കിളയ്ക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് ഇതെല്ലാം മാറ്റണം. ഞവര 2 ഐറ്റം ഉണ്ട്. ഞവര അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നൊക്കെ പറയും, കണ്ണാടി ചെടി അല്ലെങ്കിൽ ഇലച്ചെടി എന്നൊക്കെ പറയും അത്. പിന്നെ ശവന്നാറി പൂവ്, ജമന്തി, കലാച്ചി എല്ലാം ഇതിൻ്റെ ഇടയിൽ അമ്മ കുഴിച്ച് വെച്ചിട്ടുണ്ട്. നന്ദ്യാർ വട്ടം, തെറ്റി, ചെമ്പരത്തി, ഇതെല്ലാം അമ്മ അവിടെ എവിടെയും കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി കൊടുക്കണം. ഇൻട്രോ കുറച്ച് നീണ്ടുപോയല്ലേ, ഇനി അങ്ങോട്ട് സംസാരമൊന്നും ഉണ്ടാവില്ല, ഉള്ളി ആക്ഷൻ. അപ്പോൾ വായോ തുടങ്ങാം. നമ്മൾ ആദ്യം സ്ഥലം മാറ്റാൻ പോകണം നമ്മളെ നൊസ്റ്റാൾജി ചെടിയാണ്. അത് വിട്ടൊരു കളിയില്ല. അപ്പോൾ അവർ 2 പേരും അവിടെ മാറ്റി നട്ടു. ഇനി അടുത്തത് ജമന്തി ഉണ്ട്, കണ്ണാടി ചെടിയുണ്ട്. അപ്പോൾ അതിനെ പോയി എടുക്കാം. അപ്പോൾ ഇതിവിടെ അമ്മ കെട്ടിയൊക്കെ വെച്ചേക്കുമായിരുന്നു, പക്ഷേ പൂ പിടിക്കാറായി. എന്നാലും സാരമില്ല, നമുക്കൊരു ചെറിയ ചട്ടി കിട്ടി, അതിനകത്ത് നടാം. കുറച്ച് കഴിയുമ്പോൾ ചട്ടിയൊക്കെ വലുത് മേടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി നടാം. വേര് പൊട്ടാണ്ട് എടുത്തതിൻ്റെ മൂട്ടിലൊക്കെ ചെറിയ ചെറിയ തൈകൾ വരുന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിനെ നമ്മൾ സേഫാക്കി ഒരു ചട്ടിയിൽ നട്ടിട്ടുണ്ട്. അടുത്ത കോഴിവാലൻ ചെടികളാണ്. നിറയെ തെങ്ങിൻ്റെ മൂട് നിറയെ കോഴിവാലൻ ചെടികളുടെ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൂ പിടിക്കാറായതായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് വെട്ടിപ്പുഴുവേണ്ട ആവശ്യമില്ല. മഴ പെയ്ത് മണ്ണ് നനഞ്ഞ് കിടക്കുന്നത് കൊണ്ട്. അതുപോലെ ഇതിങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോവും, വേര് പൊട്ടിപ്പോവും, അങ്ങനെയൊന്നും പേടിക്കേണ്ടതല്ല. തായ് വേരുള്ളതല്ല, ഇങ്ങനെ പടർന്നു പോകുന്ന വേരാണ്. നമ്മൾ പറിച്ചെടുക്കുമ്പോൾ തന്നെ ഇതേമാതിരി കേക്ക് പോലെ വേരോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ ചോട്ടിൽ ഒരു ജമന്തി തൈയും കൂടി മുളച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 പേരും ഇതുപോലെ അങ്ങ് കുഴിയിലോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ കോഴിവാലൻ ചെടി എല്ലാം കൂടെ പറിച്ച് ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് നടാമെന്നുള്ള ഐഡിയയിലാണ് ഞാനിരിക്കുന്നത്. നമ്മുടെ അപ്പുറത്തെ കത്തിരിക്കയൊക്കെ നട്ടിരിക്കുന്നില്ലേ, അതിൻ്റെ ഇടയിലൊക്കെ ഓരോന്നോരോ 4-5 വെച്ച് ഒരുമിച്ച് അങ്ങ് നട്ട് കൊടുക്കാം. ഇവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ്. കൂട്ടത്തിലാകുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി നിന്നോളും. പച്ചക്കറിയുടെ ഇടയിൽ നമ്മൾ പൂക്കളും കൂടി നടുമ്പോൾ കീടശല്യം കുറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പൂച്ചെടികളും കൂടെ ഉള്ളത് നല്ല ഭംഗിയാണ്. നല്ല മഴക്കോളാണ്, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഇന്നലെ രാത്രി നിർത്താണ്ട് മഴയായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് തീർത്തിട്ട് വേണം ജോലിക്ക് പോകാൻ. എന്നിട്ട് നാളെ രാവിലെ എനിക്ക് നാട്ടിൽ പോകണം. മറ്റന്നാൾ തിരുവോണത്തിന് ഇവിടെ തെങ്ങിൻ്റെ ചോട് കിളയ്ക്കാൻ ആൾ വരും. അതിനുള്ളിൽ ഇതെല്ലാ പരിപാടിയും തീർക്കണം. അതുകൊണ്ട് മഴയൊന്നും വക വയ്ക്കാണ്ട് ഞാനങ്ങോട്ട് പണി തുടങ്ങി. മഴ പെയ്തതുകൊണ്ട് തന്നെ ഈ തറ കുറച്ചൊരു മയം ഉണ്ടായിരുന്നു കുത്താനേ. ഇവിടെ നല്ല ഉറച്ച തറയാണ്. അമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചട്ടപ്പട്ടയെന്ന് ജോലികൾ തീർന്നേനെ. ഇതിപ്പം വീഡിയോ പിടിക്കലും കുഴി കുത്തലും ചെടി നടലും ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ ഈ കയ്യിൽ നല്ല മണ്ണാവും. ഈ മണ്ണും കൊണ്ട് വന്നിട്ട് വേണം ഞാൻ ഈ സ്റ്റാൻഡ് ട്രൈപോഡൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനും. വീഡിയോ ഓണാക്കുമ്പോൾ ഫോണിൽ മണ്ണാവും. അങ്ങനെ കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ നമ്മുടെ പറമ്പിൽ നിറയെ ഉറുമ്പാണേ, നല്ല ഉറുമ്പ് കടി കൊള്ളുന്നുണ്ട്. കയ്യിലും മേത്തും ഒക്കെ ഉറുമ്പ് കയറും. ഈ തക്കാളി ചെടീൻ്റെയും കത്തിരിച്ചെടീൻ്റെയൊക്കെ ഇലയിൽ വരെ ഉറുമ്പുണ്ട്, കടിക്കണ ഉറുമ്പ്.
നമുക്ക് ഈ കോഴിവാലൻ ചെടി 1-2 ഒരുമിച്ച് ഒരു കുഴിയിലങ്ങ് ആക്കി കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നട്ടാൽ ഇത് തീരൂല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതെല്ലാം പൂ പിടിക്കാറായി വരുന്നതാണേ. അപ്പോൾ ഇത് പൂ പിടിക്കുമ്പോൾ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ ഒടിഞ്ഞു പോകും. അപ്പം നമുക്ക് ഒരുമിച്ച് നട്ട് കഴിഞ്ഞാൽ ഒരു കമ്പൂന്നി എല്ലാത്തിനെയും കൂടി ഒരുമിച്ചൊക്കെ കെട്ടി വയ്ക്കാം. അതുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് അവർ ബലത്തിന് നിന്നോളും. അവർ തന്നെ അവർക്ക് സപ്പോർട്ടായിക്കോളും. അപ്പോൾ നമുക്ക് ഈസി പണിയുമാണ്, കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടത്തിൽ നട്ട് കൊടുക്കാം. ഇനി ഇതാ ഇവിടെയാണ് പുറകുവശത്ത് ഈ കത്തിരിക്ക, നിൽക്കുന്ന ചുണ്ട, പിന്നെ കുറച്ച് മുളകുകൾ ഇതെല്ലാം മാറ്റി നടണം. ഇത് ചാണകപ്പൊടിയാണ് ഇടുന്ന കുഴിയിൽ. നല്ല കാറ്റടിക്കുന്നുണ്ട്, ഭയങ്കര മഴക്കോളാണ്. ഞാൻ എന്തായാലും നനയും. നനഞ്ഞാലും സാരമില്ല, എനിക്ക് പരിപാടി തീർത്തിട്ട് വേണം ജോലിക്ക് കയറാനായിട്ട്. അപ്പോൾ ഇതാ കത്തിരിയും നമ്മൾ മൂടോടെ പുഴുതെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് മാറ്റി കൊടുക്കാം. ഇത് കണ്ടോ, എൻ്റെ കൈയും കാലും ഒക്കെ മണ്ണാണ്, കുറേ ഉറുമ്പ് കടിയും കൊണ്ടു. ഇനി ഈ കൈയും വെച്ച് വേണം ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്യാനും അടുത്ത സ്ഥലത്ത് ക്യാമറ കൊണ്ട് വയ്ക്കാനും ഒക്കെ. കുറച്ച് മുളക് തൈയൊക്കെ മാറ്റി നടാനുണ്ട്. ചെറിയ ഉണ്ട മുളകാണ്. അപ്പോൾ അതിന് നേരത്തെ പയർ നടാൻ നിറച്ച് വെച്ച കവറിലോട്ട് തൽക്കാലത്തേക്ക് മുളക് നടാം, പയർ പിന്നീട് മണ്ണ് നിറച്ച് നടാം എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ ഈ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സൺഷെയ്ഡിൻ്റെ താഴെയാണ് ഇതെല്ലാം പറക്കി അടുക്കുന്നത്. നമ്മൾ ചെടി എടുക്കുമ്പോൾ ഇതുപോലെ മണ്ണ് വേരോടുകൂടി എടുക്കാൻ നോക്കണം. ഈ മുളകൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകുന്ന ചെടികളാണ്. അത് മാത്രമല്ല ഇതെല്ലാം പൂവിട്ട് കായ പിടിക്കാറായതാണ്. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം കെയർഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം കെയർഫുള്ളായിട്ട് എടുത്ത് അതേ വേരും മണ്ണോടുകൂടി ചട്ടി കൊണ്ട് വയ്ക്കണം. നമുക്ക് ഈ പാവലിനെ ഇനി എടുത്ത് മാറ്റി നടാം. ആദ്യം അമ്മ കെട്ടിവെച്ച കല്ലൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് ഈ തെങ്ങിൻ്റെ വേരിൻ്റെ ഇടയിലാണ് ഈ പാവലിൻ്റെ വേര് പോയേക്കുന്നത്. തൈകളാണ്, അത് നമുക്ക് പൊട്ടാതെ പുഴുതെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ചപ്പും ചവറും ഒക്കെ കണ്ടോ, ഒരുപാട് കാടും പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കെയർഫുള്ളായിട്ട് മാറ്റി വേറെ കവറിനകത്ത് നടാം.
കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് കായൊക്കെ വരാൻ തുടങ്ങിയതാണ്. ഞാൻ കോഴിവാല ചെടി നട്ട അതേ ടെക്നിക്ക് തന്നെയാണ് മുളക് നടാനും യൂസ് ചെയ്യുന്നത്. ഒരേ കുഴിയിൽ 4-5 ഒരുമിച്ച് സർക്കിളായിട്ടങ്ങ് നട്ടു കൊടുക്കാം. അതാകുമ്പോഴത്തേക്കും അവരവിടെ താങ്ങി താങ്ങി നിന്നോളും. അല്ലാണ്ട് ഓരോ മുളക് ഓരോ സ്ഥലത്ത് നടാനായിട്ട് ഇത് തീരത്തുമില്ല. അപ്പോൾ നമുക്ക് നേരത്തെ നട്ടതുപോലെ തന്നെ ഒരു കുഴിക്കകത്ത് ഗ്യാപ്പിട്ട് അവരെ ഒരുമിച്ച് അങ്ങ് നിർത്തി കൊടുക്കാം. ഇതൊക്കെ ഞാനന്ന് നട്ടതാണേ. നമുക്കിനി കുറച്ച് മുളക് തൈ അപ്പുറത്ത് നമ്മുടെ ഓണറിനും കൂടി കൊടുക്കാം. അവരും കൂടെ അവിടെ നടട്ടെ. ഈ ഇലയിലൊക്കെ അടിയിൽ കീടങ്ങളുണ്ടാവും, പക്കികൾ. അപ്പോൾ ആ ഇലയെല്ലാം അങ്ങ് നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇത് നമുക്ക് അപ്പുറത്തേക്ക് കൊടുക്കാവേ. കണ്ട, എല്ലാവരും വാടി നിൽക്കും, നട്ടതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ ഇന്നത്തെ പണി കഴിയും. ഇനി വേറൊന്ന് കാണിച്ചു തരാവേ. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഈ ചീര ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ കാട ഏതാ ചെടി ഏതാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഈ ചീര ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്ന് തോരൻ വെച്ചിട്ട് അതിൻ്റെ തണ്ടെടുത്ത് ഞാൻ നട്ടുവെച്ച്. അതങ്ങനെ മുളച്ച് കിട്ടി. അതിനെയും കൂടി നമുക്ക് മാറ്റി നടാം. ഇവിടെ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതിനെയും കൂടെ വയ്ക്കാം. ഇത് തെങ്ങിൻ്റെ ചോട്ടിൽ ഞാൻ കൊണ്ട് കുഴിച്ചു വെച്ചതാണ്, അത് അവിടെ നിന്ന് മുളച്ചു. അപ്പോൾ ഇതിനെയും കൂടി നമുക്കിവിടെ നട്ടു വയ്ക്കാം. ഇന്ന് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് ഏറെക്കുറെ എല്ലാം മാറ്റിക്കഴിഞ്ഞേ. ഏറെക്കുറെയൊക്കെ വെളിവായി. പിന്നെ അങ്ങേ അറ്റം നിൽക്കുന്നത് തടം അങ്ങ് വരെ എടുക്കത്തില്ല. അപ്പം അതൊന്നും പോകത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ നിൽക്കുന്ന ശവന്നാറി ചെടികളൊന്നും പിച്ചാത്തത്. പിന്നെ നടാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം ഈ ബക്കറ്റിനകത്ത് വെള്ളം ഒഴിച്ച് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇതൊക്കെ നടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റ, ബൈ ബൈ.